സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളർ അസിം ഫാസിലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. മദ്യലഹരിയിൽ അസിം ഫാസിൽ ലൈംഗികമായി ഉപദ്രവിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റുകളായ പെൺകുട്ടികളെ എത്തിക്കണം എന്ന് ഭീഷണിപ്പെടുത്തി. പോലീസിനെ സമീപിച്ചപ്പോൾ ഒത്തുതീർപ്പാക്കണമെന്നായിരുന്നു CI പറഞ്ഞതെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. പൂവച്ചൽ സ്വദേശി ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കാറിൻ്റെ അടുത്തോണ്ട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരുട്ടാണ് ഉറ്റത്തപ്പിളി നിന്നത്. അപ്പോൾ കാറിൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കുടിച്ചും കൊണ്ട് കുപ്പിയും ഗ്ലാസ്സും ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ എന്നെ കണ്ടതും കുപ്പിയും ഗ്ലാസ്സും അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ മഴയായത് കാരണം ചാറ്റിൽ മഴയായതാണ് ഞാൻ സൈഡിൽ ഒതുങ്ങി കയറി. പുള്ളി നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒതുങ്ങി കയറി ഇങ്ങനെ തിരിഞ്ഞ് നിന്നപ്പോൾ പുള്ളി എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്. അത് നീ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ആൾ പറഞ്ഞു വിട്ടില്ല എന്നുകൊണ്ട് നിൻ്റെ വർക്ക് നിന്ന് തെറിപ്പിക്കും, നീ ഇനി ഒരു വർക്കും ചെയ്യില്ല. അപ്പോൾ ഞാൻ 5ഓളം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാഴ്ചവെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതെ, ജൂനിയർ ആർട്ടിസ്റ്റിനെ കാഴ്ചവെക്കണമെന്ന്. അത് നമ്മൾ കോർഡിനേറ്റർമാർ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ FEFCAയിലും പരാതി കൊടുത്തു, സ്റ്റേഷനിലും പരാതി കൊടുത്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരാദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അസീം നിങ്ങൾ ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകണം, അല്ലെങ്കിൽ നിങ്ങളിത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, പരാതികളാണ് ഇപ്പോൾ പരാതിക്കാരി ഉന്നയിക്കുന്നത്. പോലീസിനെതിരെയും യഥാർത്ഥത്തിൽ ഇത് ഒത്തുതീർപ്പാക്കണമെന്ന് പോലീസ് പറഞ്ഞു എന്നാണോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നാലെ പലതരത്തിലുള്ള ആരോപണം ഇങ്ങനെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാത്തതടക്കം വലിയ തരത്തിൽ കോടതിയിൽ നിന്ന് വിമർശനം കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ടിങ്ങിനിടെ സീരിയൽ കോർഡിനേറ്ററെ കടന്നുപിടിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ലം പോലീസ് FIR എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ പരാതിക്കാരിയെക്കുറിച്ചടക്കം കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിൻ്റെ അടക്കം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യ ദുരനുഭവം ജൂലൈ 19 ഉണ്ടായിരുന്ന ഈ പരാതിക്കാരി പറയുന്നുണ്ട്. മദ്യലഹരിയിൽ അസീം ഫാസിൽ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് അർദ്ധരാത്രിയിലായിരുന്നു ആ സംഭവം. ഷൂട്ട് നീണ്ടുപോയി ബില്ല് ഒപ്പിടാൻ പോയപ്പോൾ അർദ്ധരാത്രിയിലായിരുന്നു ആ സംഭവം ഉണ്ടായത്. ശേഷം നിർമ്മാതാവിനോട് ഇക്കാര്യം പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർമ്മാതാവിൻ്റെ 2 സീരിയൽ സെറ്റുകളിൽ നിന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളറെ പുറത്താക്കി. എന്നാൽ ആ നിർമ്മാതാവ് മാറിയതിനു ശേഷം അതേ സീരിയൽ തന്നെ അസീം ഫാസിൽ വീണ്ടും ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി എത്തുകയും അദ്ദേഹം കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ ഇവരെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് ഡിസംബർ മാസം മടങ്ങിയെത്തിയ അസീം ഫാസിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാഴ്ചവെക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ അത് ചെയ്തു തരില്ലെന്ന പരാതിക്കാരെ നിരസിച്ചു. ആളുകളെ കൊടുത്തില്ലെങ്കിൽ ജോലി നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മകനോട് പറഞ്ഞിട്ട് ഇവർ FEFCAയിൽ പരാതിപ്പെട്ടു. ആ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ FEFCAയിൽ നിന്ന് ഇയാളെ താൽക്കാലികമായി പുറത്താക്കി FEFCA വാർത്താക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലും ഗൗരവമുള്ള മറ്റൊരു സംഭവം, തിരുവല്ലം പോലീസിൽ പരാതിയുമെത്തിയ പരാതിക്കാരിയോട് തിരുവല്ലം CA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം കോംപ്രമൈസ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് ഇവരിപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോംപ്രമൈസ് ചെയ്യണമെന്ന് നിർബന്ധിച്ചു. FEFCAയിൽ മൊഴി കൊടുക്കുന്നത് തടയാൻ സ്റ്റേഷനിൽ കാത്തു നിർത്തിച്ചു. മൊബൈൽ ഫോൺ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയ ശേഷമാണ് തിരുവല്ലം പോലീസ് കേസെടുത്തതെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നുണ്ട്. മകൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നിരന്തരം മാനസികമായി ഉപദ്രവിക്കുന്നുള്ള പരാതി കൂടി ഇപ്പോൾ ഈ പരാതിക്കാരി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, സീരിയൽ മേഖലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് സ്ഥിരമായി ഈ സീരിയൽ കോർഡിനേറ്റർമാരെ ഉപയോഗിച്ചുകൊണ്ട് ചിലർ നീക്കം നടത്തുന്നു എന്നുള്ള ഗുരുതര ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ പരാതിക്കാരി നടത്തുന്നുണ്ട്. ഏതായാലും അസീം ഫാസിൽ, ഇപ്പോൾ ഈ പരാതിയിൽ പോലീസ് FIRൽ പേര് ചേർത്തിട്ടുള്ള അസീം ഫാസിൽ ഒളിവിലെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.